എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. പി എം കിസാൻ സമ്മാൻ നിധിയിൽ വളരെ പ്രധാനപ്പെട്ട ഒരു അറിയിപ്പാണ് ഇപ്പോൾ കേന്ദ്രം അറിയിച്ചിരിക്കുന്നത്. പി എം കിസാൻ സമ്മാൻ നിധി എന്ന പേരിൽ ഒരു വ്യാജ മെസ്സേജുകൾ എല്ലാവരുടെയും ഫോണിലേക്ക് വരുന്നുണ്ട്. അതൊരിക്കലും നിങ്ങൾ ഓപ്പൺ ചെയ്ത് ഉപയോഗിക്കരുത് എന്നുള്ളതാണ് കേന്ദ്രം അറിയിച്ചിരിക്കുന്നത്. പി എം കിസാൻ സമ്മാൻ നിധിയുടെ ഒരു വ്യാജ മെസ്സേജ് നിങ്ങളുടെ ഫോണിലേക്ക് വരും. അത് APK ഫയൽ ഫോർമാറ്റിലാണ് നിങ്ങൾക്ക് ആ മെസ്സേജ് വരുന്നത്. ആൻഡ്രോയിഡ് പാക്കേജ് കിറ്റ് ഫോർമാറ്റ് എന്നുള്ളതാണ് APK ഫയൽ ഫോർമാറ്റ് എന്നുള്ളത്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക, അതൊരിക്കലും ഓപ്പൺ ചെയ്ത് നിങ്ങളത് ഡൗൺലോഡ് ചെയ്ത് നമുക്ക് ഡൗൺലോഡ് ചെയ്ത് കഴിയുമ്പോൾ അസൽ നമ്മുടെ സാധാ പി എം കിസാന്റെ വെബ്സൈറ്റ് പോലെ തന്നെ നിങ്ങൾക്ക് തോന്നും. അതിലേക്ക് ആവശ്യപ്പെടുന്ന രേഖകളൊന്നും നിങ്ങൾ സബ്മിറ്റ് ചെയ്യരുത്. ഒരിക്കലും കേന്ദ്രം അറിയാത്തൊരു വെബ്സൈറ്റും അറിയാത്തൊരു മെസ്സേജുമാണ് നിങ്ങൾക്ക് ഈ വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള സ്കാം മെസ്സേജുകളെല്ലാം നിങ്ങൾ അവോയ്ഡ് ചെയ്യണം എന്നുള്ളതാണ് കേന്ദ്രം അറിയിച്ചിരിക്കുന്നത്. നിങ്ങളുടെ ബാങ്ക് ഡീറ്റെയിൽസോ നിങ്ങളുടെ പേഴ്സണൽ ഡീറ്റെയിൽസോ ഇതൊന്നും അവർക്ക് ഷെയർ ചെയ്യരുത്. ഷെയർ ചെയ്ത് കഴിഞ്ഞ് നിങ്ങൾ വഞ്ചിതരാകരുത് എന്നുള്ളതാണ് കേന്ദ്രം അറിയിച്ചിരിക്കുന്നത്. അത് എല്ലാവരും അത്യാവശ്യമായിട്ട് അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ്. അങ്ങനെ ഒരു മെസ്സേജ് വന്നാൽ നിങ്ങൾ ആരും അത് ഓപ്പൺ ആക്കരുത്. ആൻഡ്രോയിഡ് ഫോണിൽ വന്ന പ്രത്യേകിച്ച് അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ ഡൗൺലോഡ് ഓപ്ഷനിലേക്കാണ് പോകുന്നത്. അത് ഡൗൺലോഡ് ചെയ്ത് വരുമ്പോഴത്തേക്കും ഒരു ആപ്പ് ക്രിയേറ്റ് ചെയ്യുകയാണ്. ആ ആപ്പിലൂടെ നിങ്ങളുടെ പേഴ്സണൽ ഡീറ്റെയിൽസ് എല്ലാം ചോദിക്കുമ്പോൾ നിങ്ങൾ അവിടെ എൻ്റർ ചെയ്ത് കൊടുക്കരുത്. കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ പേഴ്സണൽ ഡീറ്റെയിൽസുകളെല്ലാം ചോരുമെന്നുള്ളതാണ്. അപ്പോൾ നിങ്ങളത് വളരെ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അത് പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധിയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ വന്നിരിക്കുന്ന ഒരു അപ്ഡേഷനാണ്. അത് എല്ലാവരും ശ്രദ്ധിക്കുക. അത് മറ്റുള്ളവരിലേക്കും ഷെയർ ചെയ്ത് കൊടുക്കേണ്ടതാണ്. ഓക്കെ. അതുപോലെ തന്നെ തുക വിതരണം, പി എം കിസാൻ സമ്മാൻ നിധിയുടെ മുടങ്ങിയ തുക വിതരണം തുടങ്ങി 3-ാം തീയതി മുതൽ ആരംഭിച്ചു എന്നൊക്കെയുള്ള നിരവധി അപ്ഡേഷൻസ് നമ്മൾ കണ്ടിരുന്നു. ഒരിക്കലുമില്ല. പി എം കിസാൻ സമ്മാൻ നിധി സാധാരണ 5-ാം തീയതി മുതലാണ് വിതരണം ആരംഭിക്കേണ്ടത്. എന്നാൽ ഇന്നിപ്പോൾ 6-ാം തീയതി രാവിലെ ഈ നേരമായിട്ട് പോലും നമുക്ക് പി എം കിസാൻ സമ്മാൻ നിധിയുടെ യാതൊരു മുടങ്ങിയ തുക വിതരണവും നടന്നിട്ടില്ല. അപ്പോൾ ആർക്കും മുടങ്ങിയ തുക വിതരണങ്ങളൊന്നും തന്നെയും വന്നിട്ടില്ല. അപ്പോൾ ഇടയ്ക്ക് 2-3 പേര് പറഞ്ഞു അവർക്ക് തുക വന്നിരുന്നു എന്നുള്ളത്. നിങ്ങൾക്ക് 2 മാസം മുമ്പേ വന്ന തുകയാണ്. ഇവിടെ ശ്രദ്ധിച്ചാൽ അറിയാം. ഇന്നലെ ഞാൻ ചെക്ക് ചെയ്യുമ്പോൾ, ഇന്നലെ അല്ല മിനിഞ്ഞാന്ന് വൈകിട്ട് ഞാനത് ചെക്ക് ചെയ്യുമ്പോൾ ഇവർക്ക് 2 മാസം മുമ്പേ വന്ന എമൗണ്ട് ആണ്. പക്ഷേ അത് അവർ അറിയുന്നത് മിനിഞ്ഞാന്ന് വൈകിട്ട് ഞാനത് പറയുമ്പോഴാണ് ഈ ഒരു തുക അവരുടെ അക്കൗണ്ടിൽ വന്നിട്ടുണ്ടെന്നുള്ളത്. കാരണം മെസ്സേജ് കാത്തിരിക്കുന്ന ഒത്തിരി പേരുണ്ട്. ചിലപ്പോൾ അവർക്ക് മെസ്സേജ് വരാത്തതുകൊണ്ട് ഈ തുക വന്നില്ല എന്ന് കരുതിയിരിക്കുന്ന നിരവധി പേരുണ്ട്. അങ്ങനെയുള്ളവർക്ക് ആ തുക നിങ്ങൾക്ക് ബാങ്കിൽ ബാലൻസ് ചെക്ക് ചെയ്യുമ്പോൾ കാണാൻ സാധിക്കും. അതൊക്കെ നിങ്ങൾക്ക് 2 മാസം മുമ്പേ വന്ന എമൗണ്ടുകളാണ്. എന്തായാലും ഇപ്പോൾ നിലവിൽ ഈ 2 മാസത്തിനുള്ളിൽ അപ്ഡേഷൻ നടത്തിയിട്ട് തുക വിതരണം കാത്തിരിക്കുന്ന, ഈ മുടങ്ങിയ തുക വിതരണം കാത്തിരിക്കുന്ന കർഷകർക്ക് ആർക്കും തുക വിതരണം ഇതുവരെയും എത്തിയിട്ടില്ല എന്നുള്ളതാണ് സത്യം. അതുപോലെ തന്നെ ഈ പുറത്താക്കും ഇന്നെലിജിബിൾ ആയിട്ടുള്ള കർഷകർ നിങ്ങൾ പണം തിരിച്ചടയ്ക്കണം എന്നുള്ളതൊക്കെ പറഞ്ഞിട്ടുള്ളതായിരുന്നു. അവരുടെ അപ്ഡേഷൻസ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുകയാണ്. അവരുടെ വെബ്സൈറ്റിൽ ഇപ്പോൾ ഇന്നെലിജിബിൾ ആക്കുകയാണ്. നിങ്ങൾക്ക് എത്ര ഗഡുക്കൾ വാങ്ങിച്ചിട്ടുണ്ടോ അത്രയും ഗഡുക്കൾ നിങ്ങൾ തിരിച്ചടയ്ക്കാനുള്ള നിർദ്ദേശമാണ് കേന്ദ്രം തന്നിരിക്കുന്നത്. അതിൽ പ്രധാനമായും റീസൺ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ സ്ഥലം വിറ്റവരാണ്, അതുകൊണ്ട് നിങ്ങൾ ഇന്നെലിജിബിൾ ആയി എന്നുള്ളതാണ്. അപ്പോൾ ഈ സ്ഥലം കൈമാറ്റം ചെയ്തിട്ടുള്ളവരെ എല്ലാം ഇതിനകത്തുനിന്ന് മാറ്റും എന്നുള്ളത് ഞാൻ നേരത്തെ അറിയിച്ചിട്ടുള്ളതാണ്. അപ്പോൾ അത് പ്രകാരം തന്നെ എല്ലാവരുടെയും സ്റ്റാറ്റസുകളിൽ ഈ ഒരു ഓപ്ഷൻ വരും, ഇന്നെലിജിബിൾ. ആ റീസൺ കാണിച്ചിരിക്കുന്നത് നിങ്ങൾ സ്ഥലം വിറ്റവരാണ് എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. അങ്ങനെയുള്ളവർ നിങ്ങൾ തുക തിരിച്ചടക്കേണ്ടി വരും. കേന്ദ്രം അത് കർശനമായിട്ടും എടുത്തൊരു നിലപാടാണ്. അതിനു വേണ്ടിയിട്ട് തന്നെയാണ് ഈ 1 മാസം അപ്ഡേഷൻ നടത്തിക്കൊണ്ടിരുന്നത്. അങ്ങനെയുള്ളവരെ എല്ലാം പുറത്ത് കളയുമെന്നുള്ള കേന്ദ്രം പറഞ്ഞിട്ടുള്ളതാണ്. എത്രയും പെട്ടെന്ന് അവരുടെ തുക തിരിച്ചു പിടിക്കും എന്നുള്ളതാണ്. അപ്പോൾ ആ തിരിച്ചു പിടിക്കാനുള്ള പ്രധാന കാരണം കേന്ദ്രം പറയുന്നുണ്ട്. പുതിയതായിട്ട് അപേക്ഷിക്കുന്നവരെ ഇതിലേക്ക് ഉൾക്കൊള്ളണം, അവർക്ക് ഈ തുക കൈമാറണം എന്നുള്ളതാണ് കേന്ദ്രം അറിയിച്ചിരിക്കുന്നത്. അങ്ങനെയുള്ളവരെ എല്ലാം പുറത്താക്കും. പിന്നെ നിങ്ങൾ ജെന്യുവൻ ആയിട്ടുള്ള ഒരു കർഷകനാണ്, നിങ്ങൾക്ക് ഇതൊന്നും നിങ്ങൾ ചെയ്യാത്ത ഒരാളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു CP ഗവർണേഴ്സ് കംപ്ലൈന്റ് രജിസ്റ്റർ ചെയ്യാം. ഡയറക്റ്റ് സെൻട്രൽ നോഡൽ ഓഫീസർക്കാണ് ഇത് വെരിഫൈ ചെയ്യുന്നത്. അദ്ദേഹം അത് വെരിഫൈ ചെയ്തുകൊണ്ട് തന്നെയും നിങ്ങൾ ജെന്യുവൻ ആയിട്ടുള്ള കർഷകനാണ് എന്നുണ്ടെങ്കിൽ ഈ ഒരു പ്രശ്നത്തിൽ നിന്ന് നിങ്ങൾക്ക് പരിഹാരം ലഭിക്കുന്നതാണ്. അല്ലാത്തവരെല്ലാം ഇതിൽ നിന്നും നിങ്ങൾ തുക തിരിച്ചടക്കേണ്ടി വരും എന്നുള്ളതാണ് കേന്ദ്രം അറിയിച്ചിരിക്കുന്നത്. ഇൻഎലിജിബിൾ ആയിട്ടുള്ള എല്ലാ കർഷകരും പണം തിരിച്ചടയ്ക്കാനുള്ള ഓപ്ഷൻ റീഫണ്ട്, ഓൺലൈൻ റീഫണ്ടിലേക്ക് എത്തിയിട്ടുണ്ട്. നിങ്ങൾ ആ തുക തിരിച്ചടക്കേണ്ടി വരും എന്നുള്ളതാണ്. അതുപോലെ തന്നെ പുതിയ അപേക്ഷ കൊടുത്തിട്ടുള്ളവർ, റിജക്റ്റ് ആയിട്ട് വീണ്ടും റീ അപേക്ഷ കൊടുത്തിട്ടുള്ളവരുണ്ട്. അപ്പോൾ നിങ്ങൾ കൃഷി ഓഫീസിൽ ഇത് വെരിഫൈ ചെയ്യുമെന്ന് കാത്തു നോക്കിയിരിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ ഡയറക്റ്റ് ചെന്ന് തന്നെ ഇത് എഡിറ്റ് ചെയ്ത്, റിജക്റ്റ് ആക്കിയിട്ടുള്ളവരാണെന്നുണ്ടെങ്കിൽ അത് എഡിറ്റ് ചെയ്ത് കറക്റ്റ് ചെയ്തുകൊണ്ട് തന്നെ നിങ്ങൾ കൃഷി ഓഫീസിൽ ചെന്ന് അപ്രൂവൽ വാങ്ങിക്കുക. ചില കൃഷി ഓഫീസിൽ ചെല്ലുമ്പോൾ പറയുന്നൊരു കാര്യമാണ്, ഒരാഴ്ച ശേഷം മാത്രമേ ഇത് കമ്പ്യൂട്ടറിൽ കാണാൻ സാധിക്കുകയുള്ളൂ എന്നൊക്കെ. അത് പച്ചക്കള്ളമാണ്. നിങ്ങളെ വെറും മണ്ടന്മാരാക്കുന്നതാണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മിനിഞ്ഞാന്നും കൂടി ഒരു എഡിറ്റ് നമ്മൾ ചെയ്ത് കൊടുത്ത 5 മിനിറ്റ് കൊണ്ടാണ് അവർക്ക് അപ്രൂവൽ കിട്ടിയത്. അത് അവർക്ക് ചെയ്തു തരാൻ സാധിക്കത്തില്ല, അല്ലെ അവർക്കത് മടിയായതുകൊണ്ട് മാത്രമാണ് നിങ്ങളോട് അങ്ങനെ പറഞ്ഞു വിടുന്നത്. ഒരിക്കലും ഈ ഒരു എഡിറ്റ് ഓപ്ഷൻ അവിടെ ചെയ്ത് കൊടുത്ത് കറക്റ്റ് ആക്കി കഴിഞ്ഞാൽ ഒരു 2 സെക്കൻഡ് കൊണ്ട് തന്നെ അവരുടെ കമ്പ്യൂട്ടറിൽ അത് വരുന്നതാണ്. അവർക്കത് ക്ലിയർ ചെയ്ത് അപ്രൂവൽ ആക്കി തരാനുള്ളത് മാത്രമേ ഉള്ളൂ. അങ്ങനെ നിരവധി ആൾക്കാരുണ്ട്, നല്ല ആൾക്കാരുമുണ്ട്. എന്നാൽ മനുഷ്യരെ പറയിപ്പിക്കാൻ ഇങ്ങനെയും കുറെ ആൾക്കാരുണ്ട് എന്നുള്ളതാണ്. ഞാൻ 2 മാസം മുമ്പെയാണ് ഇങ്ങനെ ഒരു എഡിറ്റ് ഓപ്ഷൻ കൊടുത്തിട്ട് ഞാൻ വിളിച്ചപ്പോഴത്തേക്കും പറഞ്ഞു അത് ഒരാഴ്ച കഴിഞ്ഞിട്ട് മാത്രമേ ഇവിടെ കമ്പ്യൂട്ടറിൽ വരുവുള്ളൂ, അതിനുശേഷം മാത്രമേ അത് വെരിഫൈ ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പോൾ മാസം 2 ആയി. മാസം 2 ആയിട്ട് പോലും അത് വെരിഫൈ ചെയ്തിട്ടില്ല എന്നുള്ളതാണ് സത്യം. അങ്ങനത്തെ കുറെ ആൾക്കാരുണ്ട്, മനുഷ്യരെ പറയിപ്പിക്കാൻ എന്നുള്ളത് തന്നെ. എന്നാൽ നല്ല ഇഷ്ടം പോലെ മനുഷ്യരും ഈ ഒരു കേരളത്തിൽ ഉണ്ട് എന്നുള്ളത് സത്യമാണ്. 5 മിനിറ്റ് കൊണ്ട് തന്നെയും വെരിഫൈ ചെയ്ത് അപ്രൂവൽ ആക്കി കൊടുത്തിട്ടുള്ളവരുണ്ട്. അപ്പോൾ അങ്ങനെ പറയുന്നവരോട് നിങ്ങൾ നേരിട്ട് തന്നെ ചെന്ന് സംസാരിക്കുക. കാരണം വെച്ചാൽ ആ ഒരു സെക്കൻഡിൽ തന്നെ അവരുടെ സിസ്റ്റത്തിൽ അത് വരുന്നതാണ്.
അല്ലാതെ ഇതൊന്നും ഒരാഴ്ച കഴിഞ്ഞ് നടന്നൊന്നുമല്ല ഈ അപേക്ഷ അവിടെ ചെല്ലുന്നത്. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ ക്ലിയർ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ്. എന്നാൽ ഇത് ഉപേക്ഷ വിചാരിച്ച് നിരവധി പേരെ ഇങ്ങനെ നടത്തിക്കുന്ന കുറെ ആൾക്കാരുണ്ട്. അത് നമുക്കൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. അധികാരം അവരുടെ കയ്യിലായി പോയി. അവർക്ക് പല കാര്യങ്ങളും അവർക്ക് ചെയ്യാനായിട്ട് സാധിക്കും എന്നുള്ളതാണ് സത്യം. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇപ്പോൾ നമുക്ക് വന്നിരിക്കുന്ന അപ്ഡേഷൻ. അതുപോലെ തന്നെ പി എം കിസാൻ സമ്മാൻ നിധിയുടെ 18ാമത്തെ ഗഡു വിതരണം ഒരു അപ്ഡേഷനും ഇതുവരെയും വന്നിട്ടില്ല. എന്നാണ്, എപ്പോഴാണ് എന്നുള്ള കാര്യത്തെക്കുറിച്ച് യാതൊരു അപ്ഡേഷനും വന്നിട്ടില്ല. വീണ്ടും ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം കറക്റ്റ് ചെയ്തിട്ട് മാത്രമായിരിക്കും പി എം കിസാൻ സമ്മാൻ നിധിയുടെ 18ാമത്തെ വിതരണത്തിന്റെ ഡേറ്റ് അറിയിക്കുന്നത്. ഓക്കെ, അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. താങ്ക് യു.